يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവൻ്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വ്യക്തിപരമായ പല കാര്യങ്ങളിൽ വലിയ വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഉള്ളിൽ വലിയ കിനാവുകൾ താലോലിച്ചു കൊണ്ട് നടക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ പ്രവാചകൻ സ്വപ്നം കണ്ട, പ്രവാചകൻ പ്രതീക്ഷ വെച്ച ചില കാര്യങ്ങൾ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇപ്പൊ ഖന്തഖ് കിടങ്ങ് കുഴിക്കണം. കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടിണിയുടെ കാലമാണ്, വറുതിയുടെ കാലമാണ്, ഒന്നുമില്ല. യുദ്ധം ചെയ്യാനുള്ള സായുധപരമായ സാമ്പത്തികമായ ശേഷിയില്ലാത്തത് കൊണ്ടാണ് മദീനയിലേക്ക് ശത്രുക്കൾ വരാതെ ഇരിക്കാൻ കിടങ്ങു കുഴിച്ച് പ്രതിരോധിക്കാമെന്ന് വിശ്വാസികൾ തീരുമാനിക്കുന്നത്, പ്രവാചകനും സ്വഹാബത്തും തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അവര് കിടങ്ങു കുഴിക്കുമ്പോൾ ഒരു കല്ല് പൊട്ടിക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പ്രവാചകനോട് പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയുധമെടുത്തു, എന്നിട്ട് ബിസ്മില്ലാ എന്ന് ഉച്ചരിച്ചു. ഫളറബ ളർബതൻ ഫകസ്സറ സുലുസഹ, ഒരു അടിയടിച്ചു. ആ വലിയ കല്ലിന്റെ മൂന്നിലൊരു ഭാഗം പൊട്ടിപ്പോയി. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു അക്ബർ, ഉഅതീതു മഫാത്തിഹ ശാം, അല്ലാഹു ആണ് വലിയവൻ, ഷാമിന്റെ സിറിയയുടെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വല്ലാഹി ഇന്നി ലഅബ്സിറു ഖുസൂറഹ അൽഹുംർ അസ്സാഅ, ഈ സമയത്ത് ഷാമിലെ ചുവന്ന കൊട്ടാരങ്ങളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. വീണ്ടും പ്രവാചകൻ രണ്ടാമതൊന്നുകൂടി ആ കല്ലിലടിച്ചു. അതിന്റെ മറ്റൊരു മൂന്നിലൊരു ഭാഗം പൊട്ടിപ്പോന്നു. പ്രവാചകൻ അപ്പോൾ പറഞ്ഞത് ഉഅതീതു മഫാത്തിഹ ഫാരിസ്, അല്ലാഹു അക്ബർ എന്നുച്ചരിച്ചുകൊണ്ട് പറഞ്ഞു, പേർഷ്യയുടെ താക്കോൽ കൂട്ടങ്ങൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വല്ലാഹി ഇന്നി ലഅബ്സിറു ഖസ്റൽ മദാഇനൽ അബ്യദ്, മദാഇനിന്റെ വെളുത്ത കൊട്ടാരങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. മൂന്നാമതും അടിച്ചു. കല്ല് പൂർണ്ണമായും പൊട്ടിച്ചതിന് ശേഷം പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു അക്ബർ, ഉഅതീതു മഫാത്തിഹൽ യമൻ, യമനിന്റെ താക്കോൽ കൂട്ടങ്ങൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഞാൻ സൻഅയുടെ കവാടങ്ങൾ
യമനിലെ സന്നായുടെ കവാടങ്ങൾ ഇതാ ഇവിടെ നിന്ന് ഈ സമയം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നുമില്ലാത്തവരായിരുന്നു സ്വഹാബിമാർ. ഒന്നിനും കഴിയാത്ത നാളുകളിലൂടെയായിരുന്നു അപ്പോൾ അവർ കടന്നുപോയിരുന്നത്. മദീനയിലേക്ക് ചുരുങ്ങിയ ചെറു സംഘത്തെ മക്കയിലെ മുശ്രിക്കുകളും മദീനയിലെ ജൂതന്മാരും ഒരു സഖ്യകക്ഷിയായി ഒരുമിച്ച് ആക്രമിക്കാൻ വന്നപ്പോ അതിനെ നേരിടാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന സ്വഹാബത്തിന്റെ ഉള്ളിലേക്ക് പ്രവാചകൻ ഇട്ടുകൊടുക്കുന്ന സ്വപ്നങ്ങളാണ് ആ 3 വാചകങ്ങൾ. നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, യമനിലേക്ക് ഇസ്ലാം പടർന്നു പന്തലിക്കുന്ന നാളുകൾ വരാനുണ്ട്. യമനിന്റെ കവാടങ്ങൾ കടന്നു നമ്മൾ കടന്നു പോകും. സിറിയയിലേക്ക്, ഷാമിലേക്ക് ഇസ്ലാം പ്രവേശിക്കുന്ന, അവിടുത്തെ കൊട്ടാരം കീഴടക്കുന്ന, അവിടുത്തെ താക്കോൽ കൂട്ടങ്ങൾ നമ്മുടെ കൈകളിലേക്ക് വരുന്ന ദിവസങ്ങൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നു. ഒന്നുമില്ലാത്ത വളരെ ചെറിയ ഒരു സംഘത്തിന്റെ ഉള്ളിലേക്ക് പ്രവാചകൻ ഇട്ടുകൊടുക്കുന്ന പ്രതീക്ഷകളാണ്. നിങ്ങൾ അറേബ്യൻ ജസീറത്തുൽ അറബിന്റെ ഭൂപടം മാപ്പ് ഇങ്ങനെ എടുത്തു നോക്കിയാൽ യമൻ എന്ന് പറയുന്നത് അതിന്റെ താഴെ ഭാഗത്താണ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കേരളത്തിന്റെ ആ ഭാഗത്ത് നിന്ന് മാപ്പിനെങ്ങനെ നോക്കിക്കാണുമ്പോൾ സിറിയ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ്. എന്ന് പറഞ്ഞാൽ ഷാമും യമനും നമുക്ക് കീഴൊതുങ്ങുന്നു പറഞ്ഞാൽ അറേബ്യൻ ഉപദ്വീപ് മുഴുവൻ നമ്മുടെ കീഴിൽ വരും നാളുകളിൽ എന്നാണ് പ്രവാചകൻ പറയുന്നത്. പിന്നെ പറഞ്ഞത് പേർഷ്യയെ കുറിച്ചാണ്. പേർഷ്യ എന്ന് പറഞ്ഞാൽ അറേബ്യക്ക് പുറത്ത് ഇറാഖും ഇറാനും ഒക്കെ ഉൾപ്പെടുന്ന, ഇന്നത്തെ ഇറാഖും ഇറാനൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. ഇസ്ലാം അറേബ്യയും മറികടന്ന് പേർഷ്യൻ നാടുകളെ കീഴടക്കുന്ന വരാനിരിക്കുന്ന നല്ല നാളുകളെ പ്രവാചകൻ സ്വപ്നം കാണുന്നു. സ്വഹാബത്തിന് സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നു. അവരുടെ ഉള്ളിലേക്ക് ആ പ്രതീക്ഷ ഇട്ടുകൊടുക്കാൻ. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു വിശ്വാസത്തിന്റെ ആളുകളാണ്. നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരാണ്. നമ്മൾ ഈ മതത്തിന്റെ പതാകവാഹകരാണ്. നമ്മുടെ ഉള്ളിൽ ഈ മതവുമായി ബന്ധപ്പെട്ട്, അതിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന സ്വപ്നങ്ങൾ, അതിനെത്ര വിശാലതയുണ്ട്, എത്ര ആഴമുണ്ട്, എത്ര വലുപ്പമുണ്ട്. എവിടെയെല്ലാം തൗഹീദ് വ്യാപിക്കണമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എവിടേക്കെല്ലാം തനതായ സലഫി ആദർശം, ശരിയായ ഇസ്ലാം പടർന്നു പന്തലിക്കണമെന്ന് നമ്മൾ സ്വപ്നം കാണാറുണ്ട്. ജീവിതത്തിൽ നമ്മൾ അത്തരം എന്തു പ്രതീക്ഷകളാണ് കൊണ്ടു നടക്കുന്നത്? ഇപ്പോ ഖബാബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞത്, അല്ലാ തസ്തൻസിറു ലനാ, പ്രവാചകരെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നില്ലേ? മത്താ നസ്റുല്ലാഹ്, എപ്പോഴാ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക? മക്കയിൽ ജനിച്ച മണ്ണിൽ ഞാൻ എന്റെ വിശ്വാസം ഇതാണെന്ന് ഉറക്കെ പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത ആളുകൾ, മുസ്ലിമായതിന്റെ പേരിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ആളുകൾ, പ്രവാചകൻ കഅബാലയത്തിന്റെ ഓരത്ത് തന്റെ പുതപ്പ് തലയണയായി വിശ്രമിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, നബിയെ, ഈ പീഡനങ്ങൾക്ക് എന്നറുതി ഉണ്ടാകും? ഞങ്ങൾക്ക് എന്നാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുക? അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പൊ പ്രവാചകൻ പറഞ്ഞ മറുപടി നമ്മൾ ഓരോരുത്തരും കേട്ടതാണ്, ഓർക്കുന്നുണ്ടാകും. മുൻഗാമികൾക്ക് ഇതിനേക്കാൾ വലിയ പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അരവരെ മണ്ണിൽ കുഴിച്ചു നിർത്തി തലയിൽ ആണിയടിച്ച് ശരീരം കൊണ്ട് പിളർപ്പാക്കപ്പെട്ടവർ കടന്നുപോയിട്ടുണ്ട്. ഇരുമ്പിന്റെ ചീർപ്പുകൾ ഉപയോഗിച്ച് ശരീരം ചീകി എല്ലും മാംസവും രണ്ടാക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട സമൂഹം കടന്നുപോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ സഹായം വരും. എന്നിട്ട് പ്രവാചകൻ അവരോട് പറഞ്ഞ ഒരു വാചകം എന്താണ്? ഒരു കാലം വരാനുണ്ട്, അന്ന് ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദറമൗത്ത് ലാ യഖാഫു ഇല്ലല്ലാഹ വദ്ദിഅബ അലാ ഗനമിഹി വലാകിന്നകും തസ്തഅജിലൂൻ. നിങ്ങൾക്കൊരു ദിവസം വരാനുണ്ട്, സൻആയിൽ നിന്ന് ഹദറമൗത്ത് വരെ ഒരു വിശ്വാസിക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലം. അന്ന് തന്റെ ആട്ടിൻപറ്റത്തെ ചെന്നായ പിടിക്കുമോ എന്നു മാത്രം ഭയന്നാൽ മതിയാകും. അള്ളാഹുവിനെ മാത്രം പേടിച്ചാൽ മതി. വേറെ ഒരാളെയും പേടിക്കാതെ, ഭയപ്പെടാതെ മുഅ്മിനായി സൻആയിൽ നിന്ന് ഹദറമൗത്ത് വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് സ്വഹാബത്തിന്റെ മുന്നിൽ, ഏതാണ് ആ സ്വഹാബിമാർ? പ്രവാചകന് കഅബയുടെ മുന്നിൽ നിന്ന്, അല്ലെ, മക്കയുടെ ഹജ്ജ് കർമ്മത്തിന്റെ, കഅബാലയത്തിന്റെ പരിപാലനം നിർവഹിക്കുന്ന
അതിന് നേതൃത്വം നൽകുന്ന അബൂ ത്വാലിബിന്റെ ശിക്ഷണത്തിൽ രക്ഷാകർതൃത്വത്തിൽ ജീവിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ എഴുന്നേറ്റ് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലത്ത് ആ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയാണ്, ഈ അറേബ്യ മുഴുവൻ നമ്മുടെ കീഴിൽ വരുന്ന നാളുകൾ ഉണ്ടാകും. ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ, അങ്ങനത്തെ ചില സ്വപ്നങ്ങൾ നമുക്കുണ്ടാകണം. നമ്മൾ മനസ്സിലാക്കിയ സത്യങ്ങൾ, നമ്മൾ പഠിച്ച യാഥാർത്ഥ്യങ്ങൾ, നമ്മൾ ഉൾക്കൊണ്ട വിശ്വാസം, ശരിയായ തൗഹീദ്, ഈ ലോകത്തെ എല്ലാ മനുഷ്യരും ആ തൗഹീദിന്റെ കീഴിലേക്ക് വരണമെന്ന്, പുതിയ പുതിയ ഇടങ്ങളിലേക്ക് തൗഹീദ് വ്യാപിക്കണമെന്ന് ആളുകൾ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, പ്രവാചകന്റെ ചര്യ അനുസരിച്ച് ബിദ്അത്തുകളില്ലാതെ ജീവിക്കുന്ന, ശരിയായ മുൻഗാമികൾ പ്രവാചകനിൽ നിന്ന് കേട്ടു മനസ്സിലാക്കിയ ശരിയായ അഖീദയനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം എല്ലായിടത്തും ഉണ്ടാകണമെന്ന സ്വപ്നവും പ്രതീക്ഷയും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ എത്രയുണ്ട് എന്നാണ് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടത്. പ്രവാചകൻ സ്വപ്നം കാണുക മാത്രമല്ല, ആ സ്വപ്നം യാഥാർത്ഥ്യമായി പുലരാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നോക്കൂ, പ്രവാചകന്റെ കത്തുകൾ കാണാം. പ്രവാചകൻ റോമൻ ചക്രവർത്തിക്ക് അയച്ച കത്തുകൾ, പ്രവാചകൻ പേർഷ്യൻ ചക്രവർത്തിക്ക് അയച്ച കത്തുകൾ, പ്രവാചകൻ രാജ്യത്തിന്റെ അറേബ്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ ഭരണാധികാരിക്ക്, ഇലാ അലീമിർ റൂം, റോമിന്റെ മഹാനായ ചക്രവർത്തിക്ക്, മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വറസൂലിഹി, മുഹമ്മദ് അല്ലാഹുവിന്റെ അടിമയും ദൂതനുമായ മുഹമ്മദിൽ നിന്നുള്ള എഴുത്ത്. എന്നിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നു, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. പ്രവാചകന്റെ കയ്യിൽ ഒരു ഖാത്തം, ഒരു മോതിരം ഉണ്ടായിരുന്നു. അതിൽ 3 വരികളാണുള്ളത്. മുഹമ്മദ് റസൂൽ അല്ലാഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ആ മുദ്ര കത്തിന്റെ താഴെ പതിപ്പിച്ച് റോമിലേക്ക് അയച്ചു, പെർഷ്യയിലേക്ക് അയച്ചു, മദായിനിലേക്ക് അയച്ചു, ബഹ്റൈനിലേക്ക് അയച്ചു. അല്ലേ, നാട്ടിലെ എല്ലാ ഗോത്ര തലവന്മാരുടെ അടുത്തേക്കും ദൂതന്മാരയച്ചു, ഓരോ രാജ്യത്തേക്കും പ്രബോധകന്മാരയച്ചു. ഒന്നാം അഖബ ഉടമ്പടി ഉണ്ടായി. 12 ആളുകൾ ഇരുട്ട് നിറഞ്ഞ ഹജ്ജിന് വന്ന മിനയിലെ ഇരുട്ട് നിറഞ്ഞ സ്ഥലത്തിരുന്ന് പ്രവാചകനോട് സംസാരിച്ച്, പ്രവാചകന്റെ കൈപിടിച്ച് ഇസ്ലാമായി മുസ്ലിമായി ജീവിക്കാം, മുസ്ലിങ്ങളെ സഹായിക്കാമെന്ന് പ്രതിജ്ഞയെടുത്ത് പിരിഞ്ഞു പോകുമ്പോ അവർ പ്രവാചകനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് ആരാ ദീന് പഠിപ്പിച്ചേരാൻ വിട്ടുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിബിലേക്ക് മുസ്അബിനെ പറഞ്ഞയച്ചു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു യസ്രിബിലെത്തി. അവിടുത്തെ ഗോത്രാന്തരങ്ങളിൽ വീട് വീടാന്തരം കയറി ഇറങ്ങിയ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പ്രവാചകൻ കടന്നു ചെല്ലുമ്പോ പ്രവാചകനെ സ്വീകരിക്കാൻ മുഹാജിറുകള് നാട് വിട്ട് മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോ മുഹാജിറുകളെ സ്വീകരിക്കാൻ യസ്രിബ് മദീനത്തു റസൂൽ എന്ന ഒരു രാജ്യമായി മാറാൻ അവിടെ കളമൊരുക്കിയത് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനമായിരുന്നു. പണ്ഡിതന്മാർ പറയാറുണ്ട്, മദീന മിസ്അബ് കൊണ്ടുപോയി എന്ന്. അതിന്റെ മുഴുവൻ പ്രതിഫലവും അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്കായിരിക്കും എന്ന അർത്ഥത്തിൽ നമ്മളത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ച ഹദീസ് പ്രസിദ്ധമാണ്. ഹദീസ് മുആദ് ബിൻ ജബൽ എന്നുള്ളത് അതൊരു ചരിത്ര ശകലം മാത്രമല്ല, ഇസ്ലാമിലെ വിശ്വാസപരമായ കർമ്മപരമായ ഒരുപാട് കാര്യങ്ങൾക്ക് ഇസ്തിംബാത്ത് ചെയ്യുന്ന പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്ന ഒരു ഹദീസാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. എന്താണ് ആ ഹദീസ്? യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹുവിനെ പ്രബോധനത്തിന് വേണ്ടി നിയോഗിക്കുകയാണ്. സ്വഹാബിമാർ മക്ക പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗം പ്രവാചകൻ അറഫയിൽ നിർവഹിക്കുമ്പോ ചരിത്രം പറയാറുള്ളത് 1,00,000 സ്വഹാബിമാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ആരും ഇങ്ങനെ തലയെണ്ണി നോക്കി കണക്കെടുത്തതല്ല. പക്ഷേ ഏകദേശം ചരിത്രം പറയുന്ന ഒരു എണ്ണം അതാണ്. 1,00,000-ഓളം സ്വഹാബിമാർ അന്ന് ആ സമയത്ത് അറഫയിൽ സംഗമിച്ചിരുന്നു പ്രവാചകന്റെ അവസാനത്തെ പ്രസംഗത്തിന് കാതോർത്തുകൊണ്ട്. നോക്കൂ, മദീനയിൽ എത്ര സ്വഹാബിമാരുടെ ഖബറുണ്ട്. ഓരോ സ്വഹാബിമാരുടെയും ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. ആ വിഷയങ്ങളിൽ നിരവധി ചരിത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. മക്കയിൽ എത്ര സ്വഹാബിമാരുടെ ഖബറുണ്ട്, മദീനയിൽ എത്ര സ്വഹാബിമാരുടെ ഖബറിടങ്ങളുണ്ട്? ഏതാനും ആയിരങ്ങൾ മാത്രം. ബാക്കിയുള്ളവരെവിടെയാണ്? എങ്ങനെയാണ് അവരുടെ ഖബറുകൾ കുഫയിലെത്തിയത്, ബസ്രയിലെത്തിയത്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയത്, മറ്റു ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിയത്? അവർ പഠിച്ച, അവർ മനസ്സിലാക്കി, അവർ വിശ്വസിച്ച, അവർ സ്വീകരിച്ച ഒരു മതത്തെ പ്രബോധനം ചെയ്യാൻ, മതത്തെ പ്രചരിപ്പിക്കാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അവർ യാത്ര പോയി. ഉമവിയ്യ ഭരണകാലഘട്ടത്തിലെ
ഒരു സൈന്യാധിപനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു വാചകം പൊതുവിൽ പറയാറുണ്ട്. എന്താണ്? ഇങ്ങനെ ഒരു ഖീലയായി കേൾക്കാറുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്ത് വന്ന് നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത്രേ, ഈ ഈ സമുദ്രത്തിന്റെ അപ്പുറത്ത് ഒരു രാജ്യമുണ്ടെന്ന് എനിക്കറിയുമായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ പോകുമായിരുന്നു ഇസ്ലാം എത്തിക്കുന്നതിന് വേണ്ടി എന്ന്. അവരങ്ങനെയാണ് ദീനിനെ കണ്ടത്, അവരങ്ങനെയാണ് മതത്തെ കണ്ടത്. പറഞ്ഞത് അത്തരം ഒരു ശീലവും രീതിയും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. എങ്ങനെയാണ് ദീന് പ്രചരിച്ചതെന്ന് ചോദിച്ചാൽ അത് വ്യക്തികളിലൂടെയാണ്. തനിക്ക് പുതിയതായി മനസ്സിലാകുന്ന പരിചയപ്പെടുന്ന ഒരാൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാണ്, തൗഹീദ് പകർന്നു കൊടുക്കുകയാണ്. നമ്മൾ ജീവിക്കുന്നത് ശിർക്ക് നിറഞ്ഞ ഒരു രാജ്യത്താണ്, ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാം വിമർശനം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു കാലത്താണ്, ഒരു സമൂഹത്തിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഇത്ര പച്ചയായി മതത്തെ എതിർക്കുന്ന ആളുകളെ ലോകത്തെവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? ഒരുപക്ഷെ ഇസ്ലാം മുസ്ലിങ്ങൾ ഇത്ര പോലും ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഒരു മുസ്ലിമായി ജീവിക്കാനും ഇസ്ലാമിന്റെ ഐഡന്റിറ്റി പ്രദർശിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഇല്ലെന്നല്ല പറയുന്നത്. അത്തരം സ്വാതന്ത്ര്യത്തിന് കീഴിൽ തന്നെ നമ്മൾ ജീവിക്കുമ്പോഴും മതത്തിനെതിരായ രൂക്ഷമായ വിമർശനങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ പണ്ടൊക്കെ ഏതെങ്കിലും ഒരു പത്രത്തിൽ പ്രവാചകനെ മോശമാക്കി ഒരു വാചകം വന്നതിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു പരാമർശം വന്നതിന്റെ പേരിൽ വലിയ രൂപത്തിൽ നമ്മൾ അതിനെതിരെ പ്രചാരണം നടത്തിയ ആളുകളാണ്. ഇന്ന് സോഷ്യൽ മീഡിയ എടുത്താൽ പ്രവാചകനെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേട്ടാൽ പ്രയാസം തോന്നുന്ന, കേട്ടാൽ അറപ്പ് തോന്നുന്ന രാജാതി പ്രയോഗങ്ങൾ പറയാൻ ആളുകൾക്ക് ഒരു മടിയില്ല. ഇസ്ലാമുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്ക് താഴെയെല്ലാം വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ചെറുപ്പക്കാരായ ആളുകളെ അവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ ഉള്ളിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയം ഉണ്ടാക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ ഉള്ളിൽ ഇസ്ലാമിനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഇവിടെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ചില ആളുകളുടെ മനസ്സുകളിലേക്ക് നമ്മൾ അത്തരം ആശയങ്ങൾ എത്തുകയില്ല എന്ന് ചിന്തിച്ചിടത്ത് പോലും എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താണ്? ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താ? സൂംബയുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായപ്പോ ഒരു ചാനൽ ചർച്ചയിൽ 2 വ്യക്തികൾ പറഞ്ഞത്, നിങ്ങൾ മുസ്ലിങ്ങൾ ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്നവരല്ലേ എന്നാണ്. എന്താണ്? വിദ്യാഭ്യാസവും ഈ വിശ്വാസവും തമ്മിലുള്ള ബന്ധം. മുസ്ലിങ്ങളുടെ വിശ്വാസം അതാണോ? അല്ല. ഇസ്ലാമിനെതിരെ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി വിമർശകർ പറയുന്ന വാചകങ്ങളാണത്. ആ വാചകങ്ങൾക്ക് എല്ലാ കാലത്തും വളരെ മാന്യമായ മറുപടി ഇസ്ലാമിക രംഗത്തുള്ളവർ നൽകിയിട്ടുണ്ട്. എന്നിട്ടും എന്താ പറയുന്നത്? മുസ്ലിങ്ങളുടെ വിശ്വാസം ഭൂമി പരന്നതല്ലേ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഡ്ഢിത്തം, ശാസ്ത്രീയമായി വലിയ ഒരു വിഡ്ഢിത്തം ഇവിടുത്തെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കാൻ അവസരം കിട്ടുന്നിടത്ത് പ്രയോഗിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ സുഹൃത്തുക്കളെ, ദീനിനെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. നമുക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. ഒരാൾക്കെങ്കിലും ഈ പ്രവാചകന്റെ സംശുദ്ധമായ ജീവിതത്തെ പറഞ്ഞു കൊടുക്കാൻ, അള്ളാഹുവിന്റെ ദൈവീകമായ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ, ഷിർക്കിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതിനു പകരം സൃഷ്ടികളിലേക്ക് കൈകൾ ഉയർത്തുന്ന, സൃഷ്ടികളിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളെ ശരിയായ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. പറഞ്ഞു വരുന്നു. അതിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. അല്ലേ? പ്രവാചകന്റെ കാലഘട്ടത്തിലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സൂറത്ത് യാസീൻ പറയുന്നിടത്ത് യാസീനിലെ ഒരു പ്രധാന ചരിത്രമാണ് അന്താക്കിയ ആണ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശത്തെ കുറിച്ചുള്ള ചരിത്രം. സാഹിബു യാസീൻ എന്നാണ് ആ ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തിയെ മുഫസ്സിറുകൾ പറയുന്നത്. യാസീനിന്റെ ആൾ, യാസീനിൽ പറയപ്പെടുന്ന വ്യക്തി ഏതാണ്? ഒരു ഗ്രാമത്തിന്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ആ ഗ്രാമത്തിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചു, 2 ആളെ നിയോഗിച്ചു. രണ്ടാളുകളെ ആ നാട്ടുകാർ കളവാക്കിയപ്പോ 3-മത്തെ ഒരാളെ വീണ്ടും നിയോഗിച്ചു. ആ 3 ആളുകൾ അവിടെ പോയി പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചു, ഇസ്ലാമിനെ പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ആളുകൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. അപ്പോഴാണ് ആ നാട്ടിലെ ഒരു മനുഷ്യൻ, ആ നാടിന്റെ അറ്റത്ത് നിന്നൊരാൾ വന്നു. അയാൾ പറഞ്ഞു, മനുഷ്യരെ,
നിങ്ങൾക്ക് ഈ പ്രവാചകന്മാരെ, ഈ ദൂതന്മാരെ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? നിങ്ങളോട് മതം പറയുന്നതിന് പണം ചോദിക്കാത്ത, പ്രതിഫലം പറ്റാത്ത ഈ ആളുകൾ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? എന്താണ്ടായത്? അവസാനം ആ ജനങ്ങൾ അദ്ദേഹത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു, അല്ലേ? കല്ലെറിഞ്ഞു കൊന്നു. എന്നിട്ടോ അല്ലാഹു അയാളോട് പറഞ്ഞു, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അപ്പൊ അദ്ദേഹം പറയുന്ന വാചകം എന്താ? എന്റെ ജനത എനിക്ക് സ്വർഗം കിട്ടിയത് അറിഞ്ഞിരുന്നുവെങ്കിൽ. ഒരു പ്രബോധകന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക ഗുണകാംക്ഷയാണ്, നസീഹത്താണ്. എറിഞ്ഞു കൊന്നവരോട് എനിക്ക് സ്വർഗം കിട്ടിയവരവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരും ഇത് വിശ്വസിക്കുമായിരുന്നല്ലോ എന്ന അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയുടെ വാചകമാണ് അദ്ദേഹം അവസാനം പറയുന്നത്. ഈ ചരിത്രം പറയുന്നിടത്ത് ഇമാം തൊബരിയെ പോലെയുള്ള ആളുകൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു ചരിത്രം കൊണ്ടുവരുന്നുണ്ട്. ഉർവത്ത് ഇബ്നു മസ്ഊദ് സഖഫിയുടെ ചരിത്രം. അദ്ദേഹം മദീനയിൽ കച്ചവടാവശ്യത്തിന് വന്നു. മദീനയിലെത്തി, പ്രവാചകനെ കുറിച്ച് കേട്ടു. മദീന പള്ളിയിലെത്തി, കുറച്ചുകാലം അവിടെ താമസിച്ചു, മുസ്ലിമായി വിശ്വാസം സ്വീകരിച്ചു. എന്നിട്ടോ അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ എന്റെ ഗോത്രത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഞാൻ അവിടെ പോയി ആളുകളോട് ഈ ഇസ്ലാം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. സഖീഫ് ഗോത്രം എന്ന് പറഞ്ഞാൽ മക്കയിലെ ഏറ്റവും അവസാന സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ്. തായിഫിൽ പ്രവാചകനെ കല്ലെറിഞ്ഞ ആളുകളാണ്. പ്രവാചകൻ ഏറ്റവും അധികം വിഷമമുണ്ടാക്കിയ ഒരു സമൂഹമാണ്. പ്രവാചകൻ പറഞ്ഞു, ഇന്നി അഖാഫു അയ്യഖ്തുലൂക്. ഉർവ, നിങ്ങൾ അവിടെ പോയാൽ അവർ നിങ്ങളെ കൊന്നുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഉർവത്ത് ഇബ്നു മസ്ഊദ് സഖഫി അതിന് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? എന്താണ്? ഞാൻ ഉറങ്ങുമ്പോൾ എന്റെ ഉറക്കം ശല്യപ്പെടുത്താത്തവരാണ് എന്റെ ഗോത്രക്കാർ. ഞാൻ അവർക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് അവരെന്നെ കൊല്ലുന്ന ഭയം എനിക്കില്ല. അദ്ദേഹം അവിടെ എത്തി. യാ മഅ്ശറ സഖീഫ്, ഇന്നൽ ലാത ലാ അലാത വ ഇന്നൽ ഉസ്സ ലാ ഉസ്സ. ഉസ്സ ഒന്നുമല്ല, ലാത്ത ഒന്നുമല്ല. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് ആളുകളെ വിളിച്ചു ചേർത്ത് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ഒന്നാമത്തെ കല്ല് അദ്ദേഹത്തിന്റെ നേർക്ക് വന്നു. പിന്നീട് സംഭവിച്ച അദ്ദേഹത്തിന്റെ മരണമായിരുന്നു. ആളുകൾ എറിഞ്ഞു കൊന്നു. ആ മരണ വാർത്ത പ്രവാചകൻ കേട്ടപ്പോ പ്രവാചകൻ പറഞ്ഞ വാചകം ഇതാണ്: ഇന്ന മസല ഉർവ കമസലി സ്വാഹിബി യാസീൻ. ഉർവയുടെ ഉദാഹരണം ഏതുപോലെയാണെന്ന് അറിയാമോ? സാഹിബു യാസീന്റെ പോലെയാണ്. എന്താ സാഹിബു യാസീൻ എറിഞ്ഞു കൊന്നപ്പോ അള്ളാഹു പറഞ്ഞത്, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ. ഉർവക്ക് സ്വർഗം ലഭിക്കാനിരിക്കുന്നു. സുഹൃത്തുക്കളെ, എങ്ങനെയാണ് മദീനയിലാകെ അറേബ്യയിലാകെ ദീനുണ്ടായതെന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകളുടെ ത്യാഗോജ്വലമായ ജീവിതം കൊണ്ടാണ്, പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് സവിശേഷതകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സവിശേഷതയാണ് അവ്വലു ഖതീബിൻ ഫിൽ ഇസ്ലാം. ഇസ്ലാമിലെ ഒന്നാമത്തെ ഖതീബ്, അഥവാ മക്കയിൽ കഅബാലയത്തിന്റെ അടുത്ത് നിന്ന് ആദ്യമായി തൗഹീദ് പ്രസംഗിച്ച വ്യക്തി അബൂബക്കർ റളിയല്ലാഹു അൻഹു. മനുഷ്യരെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവിനെന്ന്. അന്ന് ഉഖബ കടന്നു വന്ന് തന്റെ തുകൽ ചെരുപ്പ് കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മാരകമായി അടിച്ചു. അദ്ദേഹം ബോധരഹിതനായി നിലത്തു വീണു. ഒരു തുണി വിരിച്ച് ബനൂ തൈം കുടുംബം, ഖുറൈശ് ഗോത്രത്തിലെ ബനൂ തൈം കുടുംബക്കാരനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ അതിലേക്ക് എടുത്തു കടത്തി. എന്നിട്ട് അദ്ദേഹത്തിന്റെ എന്താ പറയാ, ആ ഒരു ബോധരഹിതമായ ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തിയതിന് ശേഷം അന്നത്തെ പകലിന്റെ അവസാനമാണ് അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടിയത്. നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ദീനിന് വേണ്ടി ത്യാഗം സഹിച്ച ഒരുപാട് ആളുകളുടെ ചരിത്രം നമുക്ക് അറിയാൻ പറ്റും, കാണാൻ പറ്റും. നമ്മൾ എന്താ ചെയ്തതെന്ന് നമ്മൾ ഒരു ആത്മവിമർശനം നടത്തണം. നോക്കൂ സുഹൃത്തുക്കളെ, നമ്മൾ നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുമ്പോ നോക്കി, 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, 5 നേരം നമസ്കരിക്കുന്നവരാണ്, കുറച്ചു സമയം ഖുർആൻ ഓതുന്നവരാണ്, രാവിലത്തെ പ്രഭാതത്തിലെ ദിക്റുകളും പ്രദോഷത്തിലെ ദിക്റുകളും ചൊല്ലുന്നവരാണ്. ഒരു ദിവസം എത്ര സമയം പരലോകത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ടാവും? ഒരു ദിവസം എത്ര സമയം പരലോകത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ടാവും? പരമാവധി 1 മണിക്കൂർ. ആയുസിന്റെ 24-ൽ ഒരു ഭാഗമാണ് യഥാർത്ഥ ജീവിതമായ പരലോകത്തിന് നമ്മൾ കൊടുക്കുന്നത്. ഇനി 2 മണിക്കൂറിന്റെ വിചാരിച്ചു, ഇതെല്ലാം കൂടി 2 മണിക്കൂർ ആരാധനകൾക്ക് വേണ്ടി നീക്കി വെക്കുന്ന ഒരാൾ ആയുസിന്റെ 12-ൽ ഒരു ഭാഗം, പകുതിയില്ല, 3-ൽ1ഇല്ല, 4-ൽ1ഇല്ല, 5-ൽ1ഇല്ല, 10-ൽ1 പോലുമില്ല, 12-ൽ ഒരു ഭാഗമാണ് പരലോകത്തിന് വേണ്ടി. ആഴ്ചയിൽ 1 മണിക്കൂർ ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്ന ആളാണെങ്കിൽ
യഥാർത്ഥ ജീവിതം പരലോകത്താണ്. ദുനിയാവ് അവസാനിക്കും അല്ലേ? ദുനിയാവ് നാളെ അവസാനിക്കും, ഇന്ന് അവസാനിക്കും അല്ലേ? പള്ളി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുവോ? എത്ര മരണങ്ങളാണ് സുഹൃത്തുക്കളെ നമ്മൾ കേൾക്കുന്നത് ഓരോ ദിവസവും. 3 തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട് എന്ന ഒരു ചിന്ത എപ്പോഴും നമ്മളെ വേട്ടയാടണം. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ദഅവാരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരാൾ, ഒരു മദ്രസയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന, ഒരു ഖുർആൻ ക്ലാസിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആൾ, ഒരു ദഅവാ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരാൾ, അയാൾ എപ്പോഴും 24 മണിക്കൂറും എന്ന് പറയുന്നത് പോലെ മിക്കവാറും അയാളുടെ മനസ്സ് ദീനുമായി ബന്ധപ്പെട്ടതായിരിക്കും അല്ലേ? ഒരു പള്ളിയൊരു ഉദാഹരണം എടുക്കും, അല്ലെങ്കിൽ ഒരു ദഅവാ പരിപാടി ഉദാഹരണം എടുക്കും. അയാളുടെ ഉള്ളിലെ ചിന്ത ആയിരിക്കും എന്തായിരിക്കും? ഈ ആഴ്ച നടക്കാനുള്ള യോഗത്തെക്കുറിച്ച്, പള്ളി ക്ലീൻ ചെയ്യാത്തതിനെ കുറിച്ച്, അവിടെ നടക്കേണ്ട ഖുർആൻ ക്ലാസിനെ കുറിച്ച് അല്ലേ? ആളുകളെ ക്ഷണിക്കേണ്ടതിനെ കുറിച്ച്, പ്രോഗ്രാം മുന്നിലെത്തുമ്പോൾ അത് വിജയിക്കുമോ ഇല്ല എന്ന നമ്മുടെ മാനസികമായ ടെൻഷൻ പോലും അയാൾ എപ്പോഴും പറയാറുണ്ട്, എന്നറിയോ, ഒരു കുറ്റിയിൽ കെട്ടിയിട്ട് ഒരു മൃഗത്തെ പോലെയാവും. ആ കയറിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, ആ കയറിന്റെ നീളത്തിന് അത്രേ പോവുള്ളൂ. ശരിക്ക് ദഅവാ രംഗത്ത് സജീവമായി ഇറങ്ങിത്തിരിക്കാൻ ഒരു മനുഷ്യൻ തീരുമാനിച്ചാൽ അയാളുടെ ഫോൺ എടുക്കാൻ എന്തിനാ? റീൽസ് കാണാനോ ഷോർട്സ് കാണാനോ അല്ല. അയാൾ നോക്കുക, ദഅവാ ഗ്രൂപ്പുകളായിരിക്കും, പള്ളിയുടെ ഗ്രൂപ്പായിരിക്കും, മദ്രസയുടെ ഗ്രൂപ്പായിരിക്കും, ഖുർആൻ ക്ലാസിന്റെ ഗ്രൂപ്പായിരിക്കും, ദഅവാ സംവിധാനങ്ങളുടെ ഗ്രൂപ്പായിരിക്കും അല്ലെ? അയാൾ ഫോൺ ചെയ്യുന്ന, ഒരു മാസം 300 രൂപക്ക് ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം 1.5 GB ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലെ മിനിമം ഒരു 1/2 GB എങ്കിലും ദീനിന് വേണ്ടിയാകും. 10 ഫോൺ വിളിക്കുന്നുണ്ടെങ്കിൽ 5 കോളും ദീനിന് വേണ്ടിയാകും. അയാളുടെ കയ്യിലുള്ള വാഹനത്തിൽ ഒരു മാസം 1000 ഉറുപ്പ്യക്ക് എണ്ണടിക്കുന്നുണ്ടെങ്കിൽ 500 ഉറുപ്പ്യക്കും പരലോകത്തിന് വേണ്ടിയാകും, ദീനിന് വേണ്ടിയാകും അല്ലേ? വജബത്ത് മഹബ്ബത്തി ലിൽ മുതജാലിസീന ഫിയ, എന്റെ മാർഗത്തിൽ ഒരുമിച്ചിരിക്കുന്നവർക്ക് എന്റെ സ്നേഹം നിർബന്ധമായി എന്നത് ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹ് നേരിട്ട് പറയുന്ന ഹദീസാണ്, നബി പഠിപ്പിച്ചു തരാണ്. അപ്പോ ഒരു ദീനി പ്രോഗ്രാമിന് വേണ്ടി 2 മണിക്കൂർ കൂടിയിരുന്നാൽ ആ 2 മണിക്കൂറും നല്ല നീയത്തുണ്ടെങ്കിൽ അള്ളാഹിന്റെ സ്നേഹം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം. ജീവിതത്തിന്റെ ഒരു പകുതിയെങ്കിലും, ആയുസ്സിന്റെ പകുതിയെങ്കിലും നാളേക്ക് വേണ്ടി നീക്കി വെക്കാൻ ഒരു മനുഷ്യന് സാധിക്കുന്നത് എപ്പോഴാണ്? അയാൾ ഇത്തരം നന്മകളുടെ ആളായി അതൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പലതൊക്കെ ചെയ്ത് അങ്ങനെ കാലം കടന്നു പോകും, ആയുസ് തീർന്നു പോകും, നല്ല നാളുകൾ കഴിഞ്ഞു പോകും. ജീവിതത്തിന്റെ വാർദ്ധക്യ അവസ്ഥയിൽ സായം സന്ധ്യയിലെ മരണക്കട്ടിലിൽ കിടന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ ഓർക്കാനുള്ളത് നന്മകളാവില്ല. അതുകൊണ്ട് നന്മകളേറ്റെടുത്ത് പള്ളി, മദ്രസ, ഖുർആൻ ക്ലാസ് സംവിധാനങ്ങൾ, ഈ ദീനിന്റെ പ്രചാരകരായി അല്ലേ പരമാവധി ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകൾക്ക് എത്താൻ, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ, എന്താണ്, നീ കാരണം ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ നിനക്കുത്തമം അതാണ്. നമ്മൾ സംഘടിപ്പിക്കുന്ന വിവിധങ്ങളായ ദഅവാ പരിപാടികളിൽ നിന്ന് ഒരാൾക്ക് തൗഹീദ് മനസ്സിലായാൽ മതി, ഈ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണത് അല്ലേ? ഒരാൾ ജീവിതത്തിൽ നന്മ പകർത്തിയാൽ മതി. പൊതുവിൽ പറയാറുണ്ട്, ലോകാവസാനം ഒരു മനുഷ്യൻ അൽഹംദുലില്ലാ പറഞ്ഞാൽ, ലോകത്ത് അവസാനം ജനിക്കുന്ന ഒരു മനുഷ്യൻ അൽഹംദുലില്ലാ പറഞ്ഞാൽ അതിന്റെ കൂലി നബിക്ക് കിട്ടുന്നതാണ്. നബിയാണ് അൽഹംദുലില്ലാ ആദ്യം പഠിപ്പിച്ചത്. നമ്മൾ കാരണം ഒരാൾക്കൊരു നന്മ പഠിഞ്ഞാൽ, നമ്മൾ കാരണം ഒരാൾ ഒരു ദുആ പഠിച്ചാൽ, ഒരു ദിക്ർ പഠിച്ചാൽ, ഒരു നിസ്കാരം ശീലാക്കിയാൽ, അത് അയാൾ ജീവിക്കുന്ന കാലമത്രയും, അയാളിൽ നിന്ന് അയാളുടെ അനന്തര തലമുറ അത് സ്വീകരിച്ച് അവർ ജീവിക്കുന്ന കാലമത്രയും, നമ്മൾ മരിച്ചു മണ്ണോട് ചേർന്നാലും നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ നന്മകളുടെ കണക്ക് പുസ്തകത്തിലേക്ക് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അല്ലാഹുവെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. മതം അത് സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള, നമ്മൾ എന്തൊക്കെ നന്മകൾ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാനുള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്തം
നമുക്കുണ്ട് എന്നത് നമ്മൾ മറന്നു പോകാൻ പാടില്ല എന്നതാണ് ആകെ പറഞ്ഞതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുള്ളത് അതൊക്കെ വല്ല സലഫിമാരോ മദനിമാരോ സലാഹിമാരോ ഫാറൂഖിമാരോ മൗലവിമാരോ ഉസ്താദുമാരോ പള്ളി കമ്മിറ്റിക്കാരോ സംഘടനാ നേതാക്കന്മാരോ അവരൊക്കെ ചെയ്തോളും, ഇപ്പൊ ഒന്നും എൻ്റെ ബാധ്യതയല്ല എന്നാണ് ആളുകൾ പൊതുവിൽ ചിന്തിക്കാറ്. ഞാൻ ആധുനിക കാലത്ത് ജീവിച്ച ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതനാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ. അബ്ദുൽ അസീസ് ഇബ്നു ബാസ് സൗദിയുടെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു. അദ്ദേഹം കൈവെക്കാത്ത ഇസ്ലാമിക വിദ്യാലയങ്ങളില്ല. ഒരുപക്ഷെ നിങ്ങൾ പേര് ധാരാളം കേട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തോട് ദഅവത്ത് ആരാണ് നിർവഹിക്കേണ്ടത്, മതപ്രബോധനം ആരെ നിർവഹിക്കണം എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്. പൊതുവിൽ ദഅവ സമൂഹത്തിൽ ആരെങ്കിലും ഒരാൾ നിർവഹിച്ചാൽ എല്ലാവരുടെയും ഉത്തരവാദിത്വം തീരും. എന്നാൽ ഈ കാലം നമ്മൾ 99-ലാണ് ഷെയ്ഖ് ഇബ്നു ബാസ് മരിക്കുന്നത്. ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് ഇല്ലാത്ത, വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ സംവിധാനങ്ങളൊന്നുമില്ലാത്ത, ഇത്ര തന്നെ വിശ്വാസികളെ തിന്മയിലേക്ക്, നാസ്തികതയിലേക്ക്, യുക്തിവാദത്തിലേക്ക്, അധാർമികതയിലേക്ക്, ചെറുപ്പക്കാരെ ലഹരിയിലേക്ക് ഇങ്ങനെ ക്യാൻവാസ് ചെയ്യപ്പെടുന്ന ഒരു കാലമല്ലാതിരുന്നിട്ട് പോലും അന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞൊരു വാചകമുണ്ട്, ഫഇൻദ ഖില്ലത്തി ദുആത്ത്, ഇത് പ്രബോധകർ വളരെ കുറച്ചുള്ള ഒരു കാലമാണ്. വഇൻദ കസ്റത്തിൽ മുൻകറാത്ത്, തിന്മകൾ ഒരുപാട് പെരുകിയിട്ടുള്ള ഒരു കാലമാണ്. വഇൻദ ഗലബത്തിൽ ജഹ്ലി കഹാലിനൽ യൗം, ഇന്നത്തെ നമ്മുടെ അവസ്ഥ പോലെ അജ്ഞത പരന്നിട്ടുള്ള, എല്ലാറ്റിനെയും അജ്ഞത വിവരമില്ലായ്മ അതിജയിച്ച ഒരു കാലമാണ്. തകൂനു ദഅവതു ഫർള ഐനി അലാ കുല്ലി വാഹിദിൻ, അതുകൊണ്ട് തന്നെ ദഅവ ഓരോ വ്യക്തിക്കും ഫർള ഐന ബിഹസ്ബി ത്വാഖതിഹി, അയാളുടെ കഴിവനുസരിച്ച്. സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നെ കൊണ്ട് എന്തു ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. എവിടെയാണോ നമ്മുടെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള വേദി ഒരുങ്ങുന്നത് അവിടെ നമ്മൾ ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.